മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കുമ്പളങ്ങി വടക്ക് ഭാഗം ജ്ഞാനോദയ സംഘം ഭജനമഠത്തിന്റെ മേൽക്കൂര നിർമ്മാണത്തിന് കല്ലിട്ടു. നൂറ്റാണ്ടിന്റെ ചൈതന്യം പേറുന്ന കുമ്പളങ്ങി വടക്ക് ഭാഗം ജ്ഞാനോദയ സംഘം ഭജനമഠത്തിന്റെ ഭരണം മുതിർന്നവരുടെ അനുഗ്രഹ ആശീസ്സുകളോടെ പുതിയ തലമുറയിലെ യുവാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നവരാത്രി, വിജയദശമി സംഗീത സദസ്സുകളിലൂടെ ഇവിടെ വന്ന് തങ്ങളുടെ കലാവാത്സല്യം പങ്കുവച്ച കലാകാരന്മാർ അനവധിയാണ്. എല്ലാ മാസാദ്യവും പ്രാർത്ഥനയും ചുറ്റുവിളക്കും ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ ഭജനമഠത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. കൂടുതൽ മികവിലേക്ക് ഭജനമഠം മാറ്റിയെടുക്കുവാൻ പുതിയ ഭരണസമിതിയെ ആഗ്രഹിക്കുകയാണ്. ആദ്യ മോലമേഞ്ഞ മേൽക്കൂരയായും പിന്നീട് ഓടിട്ടും ഇപ്പോൾ സിമന്റ് വാർപ്പിലുമുള്ള ഭജനമഠം കെട്ടിടത്തിന്റെ മേൽ ഡ്രസ് വർക്ക് ചെയ്യാൻ ഭരണസമിതി ഉദ്ദേശിക്കുന്നു. കുമ്പളങ്ങി നോർത്ത് ജ്ഞാനോദയ സംഘം ഭജനമഠത്തിന്റെ മേൽക്കൂരയും സ്റ്റോർ നിർമ്മാണത്തിന്റെ കല്ലിടൽ കർമ്മമാണ് ഇന്നിവിടെ കഴിഞ്ഞത്. ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള ഒരു സ്ഥാപനമാണ്. നേരത്തെ ഇല്ലിക്കൽ ക്ഷേത്രത്തിൻ്റെ ആറാട്ട് ഉത്സവം വരെ നടന്നിരുന്നത് ഇവിടെ നിന്നാണ് തുടക്കം കുറിച്ചിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ആറാട്ട് ഉത്സവം കഴിഞ്ഞ് പോകുമ്പോൾ പറയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ പല കാലങ്ങളായി കാരണവന്മാരായിട്ടുള്ള ആളുകൾ തുടർന്നുകൊണ്ട് പോകുന്ന ഭരണം ഇത്തവണ അവരോടൊപ്പം തന്നെ പുതിയ തലമുറയെ ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഭരണസമിതി ചാർജ് എടുത്തതിന് ശേഷം നമുക്കിവിടെ ഒരു ചെറിയ നവീകരണം നടത്തണം. കാരണം ഒരു മേൽക്കൂരയും ഇതിനൊരു സ്റ്റോർ റൂമും കാര്യങ്ങളുമൊക്കെ വേണം. അതിനോടനുബന്ധിച്ചുള്ള ശിലാസ്ഥാപനമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കഴിഞ്ഞത്. ശ്രീരാമദേവ സാന്നിധ്യത്താൽ ചൈതന്യം തുളുമ്പുന്ന ഈ മഠം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. മേൽക്കൂരയുടെ നിർമ്മാണത്തിലുള്ള പ്രാരംഭം എന്നുള്ള നിലയിൽ ഇല്ലിക്കൽ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ പ്രദീപ് ശാന്തിയുടെ കാർമ്മികത്വത്തിൽ തിലകൻ കൊയ്മപ്പറമ്പിൽ കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.